നമസ്കാരം. അന്നപൂർണയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ എല്ലാവരും പൂജ വെച്ച് കാണുമല്ലോ. ഇന്ന് നമ്മൾ ദുർഗാദേവിയുടെ 9ാമത്തെ അവതാരമാണ് പൂജിക്കുന്നത്. 9ാമത്തെ ഭാവമാണ് നമ്മൾ ഇന്ന് പൂജിക്കുന്നത്. നവരാത്രിയുടെ 9ാമത്തെ ദിവസമായി ഇന്ന് ആരാധിക്കപ്പെടുന്ന ദുർഗാദേവിയുടെ 9ാമത്തെ രൂപമാണ് മാ സിദ്ധിദാത്രി. ദേവിയുടെ പേരിൻ്റെ അർത്ഥം പൂർണ്ണത നൽകുന്നവൾ അല്ലെങ്കിൽ സിദ്ധികൾ നൽകുന്നവൾ എന്നാണ്. അമാനുഷിക ശക്തികൾ അല്ലെങ്കിൽ ആത്മീയ ശക്തികൾ എന്നാണ് ഇതിന് പറയുന്നത്. ഏത് ശക്തിയാണെങ്കിലും അതിൻ്റെ പൂർണ്ണതയോടുകൂടി കൃത്യമായി ഉപാസിക്കുന്നവർക്ക് നൽകുന്ന ദേവിയാണ് മാ സിദ്ധിദാത്രി. ദേവന്മാർ, അസുരന്മാർ, മനുഷ്യർ എന്നിവർ ആരാധിക്കുന്ന ദേവിയാണ് ദേവി സിദ്ധിദാത്രി. ആത്മീയ നേട്ടങ്ങൾ, അറിവ്, പൂർത്തീകരണം എന്നിവ നൽകുന്നു. ദേവിയെ 4 കൈയുള്ളവളായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ശംഖ്, ചക്രം, ഗദ, താമര എന്നിവ കൈവശം വെച്ചിരിക്കുന്ന ദേവിയാണിത്. കൂടാതെ ശനിഗ്രഹമായും കേതുഗ്രഹമായും ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. മാതൃദേവതയായ മഹാദേവിയുടെ 9 രൂപങ്ങളായ നവദുർഗമാരുടെ പര്യവസാനത്തെയാണ് ദേവി സിദ്ധിദാത്രിയിലൂടെ കാണുന്നത്. സിദ്ധിദാത്രി എന്ന പേരിൻ്റെ അർത്ഥം സിദ്ധി എന്നാൽ പൂർണ്ണത അല്ലെങ്കിൽ അമാനുഷിക ശക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. ധാത്രി എന്നാൽ ദാതാവ് അല്ലെങ്കിൽ ദാതാവ് എന്നാണ്. അതായത് നമ്മൾക്ക് പ്രദാനം ചെയ്യുന്നത്. എല്ലാ കഴിവുകളും നമുക്ക്, എല്ലാ അനുഗ്രഹങ്ങളും, എല്ലാ കഴിവുകളും, എല്ലാ ജ്ഞാനവും നമുക്ക് പ്രദാനം ചെയ്യുന്ന ദേവിയാണ് ദേവി സിദ്ധിദാത്രി. ആത്മീയ പ്രാധാന്യമുള്ള നവരാത്രി ഉത്സവത്തിൻ്റെ 9ാം ദിവസമാണ് നമ്മൾ ദേവിയെ ആരാധിക്കുന്നത്. ആത്മീയമായ വളർച്ച, ആന്തരികമായ സമാധാനം, അറിവ്, സിദ്ധികൾ അതായത് ദിവ്യശക്തികൾ എന്നിവ നേടുന്നതിനായി ഭക്തർ ദേവിയുടെ അനുഗ്രഹം തേടുന്നു. 4 കൈകളോടെയുള്ള രൂപമാണല്ലോ ദേവിക്ക്. ഒരു കൈയിൽ ശംഖ്, ഒരു കൈയിൽ ചക്രം, ഗദ, താമര എന്നിവ പിടിച്ചിരിക്കുന്ന ദേവിയായാണ് ദേവിയെ ചിത്രീകരിച്ചിരിക്കുന്നത്. മഹാദേവനുമായി ദേവിക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. പുരുഷഗ്രന്ഥങ്ങൾ അനുസരിച്ച് സിദ്ധിദാത്രിയെ ആരാധിക്കുന്നതിലൂടെയാണ് മഹാദേവൻ തൻ്റെ എല്ലാ സിദ്ധികളും നേടിയത് എന്ന് പറയപ്പെടുന്നു. അത് അദ്ദേഹത്തിൻ്റെ അർദ്ധനാരീശ്വര, പകുതി സ്ത്രീ പകുതി പുരുഷൻ എന്ന രൂപത്തിലേക്ക് ദേവനെ നയിച്ചതും ഈ ദേവിയെ ആരാധിച്ചതിലൂടെയാണ് എന്ന് പറയപ്പെടുന്നു. വേദ ജ്യോതിഷത്തിൽ ദേവി കേതുഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. സിദ്ധിദാത്രി ദേവിയുടെ ആത്മീയ പൂജ നമുക്ക് ആത്മീയ നേട്ടങ്ങൾ നൽകുന്നു. ദൈവീകതയുമായി ആഴത്തിലുള്ള ബന്ധം നൽകുന്നു. മാനസിക ധാരണകളുടെ പൂർത്തീകരണത്തിനും പുതിയ നാഡീപാതകൾ സൃഷ്ടിക്കുന്നതിനും ദേവി സഹായിക്കുന്നു എന്ന് പറയുന്നു. ആത്മീയമായ പൂർണ്ണതയിലേക്ക് ദേവിയെ നമ്മെ നയിക്കുന്നു. ദേവിയുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ദേവി നമ്മുടെ തടസ്സങ്ങളെ, നമ്മുടെ ജീവിതത്തിലുള്ള നെഗറ്റീവ്സുകളെ, നമ്മുടെ തടസ്സങ്ങളെയൊക്കെ നീക്കി നമുക്ക് ഒരു സംരക്ഷണം പ്രദാനം ചെയ്യുന്നു എന്നാണ്. അതായത് ഭൗതികവും ആത്മീയവുമായ ജീവിതത്തിലെ തടസ്സങ്ങളെ മറികടക്കാൻ ദേവി നമ്മളെ സഹായിക്കുന്നു. ആഗ്രഹ പൂർത്തീകരണം നൽകാനുള്ള ദേവിയുടെ കഴിവിന് ദേവന്മാർ, അസുരന്മാർ, മനുഷ്യർ എന്നിവർ എല്ലാവരും ഉൾപ്പെടുന്നു. എല്ലാ ജീവജാലങ്ങളെയും ദേവി ബഹുമാനിക്കുന്നു. എല്ലാ ജീവജാലങ്ങൾക്കും ദേവി സിദ്ധികൾ പ്രദാനം ചെയ്യുന്നു. എല്ലാ ജീവജാലങ്ങളെയും ദേവി ഒരേപോലെ കാണുന്നു. ദേവിയെ ആരാധിക്കുന്നവർക്ക് എല്ലാവർക്കും ദേവി അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാനും കഴിവുകൾ പരിപോഷിപ്പിക്കാനും സഹായിക്കുന്നതായി നമ്മൾ പുരാണങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ദേവിയോട് പ്രാർത്ഥിക്കുന്നവർക്ക് വിജയം നേടാൻ ദേവി സഹായിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. എല്ലാ കഴിവുകളും ദേവി നമുക്ക് പ്രദാനം ചെയ്യുന്നു. ദേവന്മാർ, അസുരന്മാർ, മനുഷ്യർ എന്നിങ്ങനെ എല്ലാവർക്കും, 3 ലോകങ്ങളിലെയും എല്ലാ ജീവികൾക്കും എല്ലാ കഴിവുകളും പ്രദാനം ചെയ്യുന്നവളും എല്ലാ സിദ്ധികളും നൽകുന്നവളുമായി ദേവിയെ അറിയപ്പെടുന്നതിനാൽ ദേവിയെ സിദ്ധിദാത്രി എന്ന് അറിയപ്പെടുന്നു. ദേവി സിദ്ധിദാത്രിയുടെ 8 സിദ്ധികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മാർക്കണ്ഡേയ പുരാണം അനുസരിച്ച് 8 സിദ്ധികളാണ് ദേവിക്കുള്ളത്. അണിമ, മഹിമ, ഗരിമ, ലഘിമ, പ്രാപ്തി, പ്രഖ്യാമ്യ, ഐഷിത്വ, വശിത്വ എന്നിങ്ങനെ 8 സിദ്ധികൾ ദേവിക്ക് ഉള്ളതായി പറയപ്പെടുന്നു. ദേവി സിദ്ധിദാത്രിയെ ആരാധിക്കുന്നതിനുള്ള മന്ത്രം ഏതാണെന്ന് നോക്കാം. ദേവി സിദ്ധിദാത്രിയെ ആരാധിക്കുന്നതിനുള്ള ഒരു മന്ത്രം ഓം ദേവി സിദ്ധിദാത്രിയെ നമാം എന്ന മന്ത്രമാണ്. ദുർഗാദേവിയുടെ ഈ മന്ത്രം ദേവിയുടെ ഈ മന്ത്രം നമ്മൾ 108 തവണ, 21 തവണ അങ്ങനെ പല തവണകൾ ചൊല്ലി ക്ഷേത്രത്തിൽ പോയിരുന്നോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയോ ജപിക്കാവുന്നതാണ്. ഏതു വിധേനയും ദേവിയെ ജപിക്കുകയും ദേവിയുടെ അനുഗ്രഹം മേടിക്കുകയും ചെയ്യുക. എല്ലാ ഭക്തജനങ്ങൾക്കും ഇത് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പഴങ്ങൾ, മധുര പലഹാരങ്ങൾ, മറ്റു ഭോഗവസ്തുക്കൾ എന്നിവ സമർപ്പിച്ചാണ് ദേവിയെ ആരാധിക്കേണ്ടത്. ദേവിക്ക് ആരതി സമർപ്പിക്കുക എന്നുള്ളതും വളരെയധികം വിശിഷ്ടമായ ഒരു കർമ്മമാണ്.
നമുക്ക് ദേവിക്ക് എന്താണ് പ്രസാദമായി നൽകേണ്ടതെന്ന് നോക്കാം. ആദിപരാശക്തിക്ക് ദേവിക്ക് രൂപമില്ലായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. പരമശക്തി ദേവതയായ ആദിപരാശക്തി മഹാദേവന്റെ ഇടതു പകുതിയിൽ നിന്ന് സിദ്ധിദാത്രിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നും പറയപ്പെടുന്നു. നവരാത്രിയിൽ എല്ലാത്തരം സിദ്ധികളും ലഭിക്കാൻ ദേവി സിദ്ധിദാത്രിക്ക് നമ്മൾ എള്ളാണ് പ്രസാദമായി കൊടുക്കേണ്ടത്. ദേവി സിദ്ധിദാത്രിയുടെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സിംഹത്തിൽ കയറിയിരിക്കുന്ന ഒരു രൂപത്തിലാണ് ദേവിയെ നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല ശംഖ, ചക്രം, ഗദ, പങ്കജം അതായത് താമര എന്നിവ പിടിച്ചിരിക്കുന്ന ദേവിയാണ്. ദിവ്യപ്രകാശവും ആത്മീയ ഊർജവും പ്രസരിപ്പിക്കുന്ന ഒരു ദേവിയാണ് ദേവി സിദ്ധിദാത്രി. ദയാലുവായ മുഖമുള്ള സദാ പുഞ്ചിരിക്കുന്ന ദേവിയെയാണ് നമ്മൾ ദേവിയെ ചിത്രീകരിച്ച് കാണാറുള്ളത്. ആത്മീയ ശക്തികളുടെ ദാതാവായി ദേവിയെ ഉൾക്കൊള്ളുന്നു. ജ്ഞാനോദയത്തിന്റെയും ആത്മസാക്ഷാത്കാരത്തിന്റെയും ശക്തിയാണ് ദേവി സിദ്ധിദാത്രി. പുണ്യമായ ഈ നവരാത്രി ദിനത്തിൽ ദേവി സിദ്ധിദാത്രിയെയും മാതാ ദുർഗാദേവിയെയും പ്രാർത്ഥിച്ച് എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.